സ്മിജ സുരേഷ് എന്ന് പറയുന്ന അധ്യാപികയെ അവർ പിരിച്ചുവിട്ടു. താൽക്കാലിക ജീവനക്കാരി ആയതുകൊണ്ട് സർക്കാരിൻ്റെ നൂലാമാലകളൊന്നുമില്ല. PTA മീറ്റിംഗ് കൂടി PTA പ്രസിഡന്റിന് തീരുമാനിക്കാം, ഇവർ നമുക്ക് വേണ്ട. ഒരു സ്ത്രീക്കെതിരെ, ഒരു ടീച്ചറിനെതിരെ നിരവധി ആരോപണങ്ങളാണ്. ആരോപണങ്ങൾ കൊന്നുകൂടിയപ്പോഴാണ് ഇവരെ പുറത്താക്കുന്നത് എന്നാണ് PTA വാദം. അവരുടെ വാദം അതാണ്. അവരുടെ മീറ്റിംഗ് കൂടി രക്ഷിതാക്കളെല്ലാം പരാതി പറഞ്ഞു. അത് സഹിക്കാൻ പറ്റാത്തതിലപ്പുറമായി, നമുക്ക് ക്ഷമിക്കാൻ പറ്റുന്നതിലും അധികമായതുകൊണ്ടാണ് ഈ സ്മിജ സുരേഷിനെ പിരിച്ചുവിടുന്നത് എന്നാണ് PTA വാദം. പ്രൈവറ്റ് സ്കൂളുകളിലുമുണ്ട്, എയ്ഡഡ് സ്കൂളുകളിലും മാനേജ്മെൻറ്റ് സ്കൂളുകളിലും ഇങ്ങനെ മൊബൈൽ ഫോൺ ജ്വരമൂത്ത ടീച്ചർമാർ ധാരാളമുണ്ട്. അവരെയൊക്കെ കുട്ടികളോട് അവർക്കുള്ള കമ്മിറ്റ്മെൻറ്റ് എത്രയാണെന്ന് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞു. ചെറിയ ക്ലാസ്സിൽ മാത്രമല്ല, വലിയ ക്ലാസ്സിലുള്ള അധ്യാപകരും അധ്യാപികമാരും ഒക്കെ മൊബൈൽ അഡിക്റ്റുകളാണ്. രണ്ടാമത് സർക്കാരിൻ്റെ വർണ്ണക്കൂടാരം പദ്ധതിയൊക്കെ ഉണ്ടല്ലോ, കുട്ടികൾക്ക് വേണ്ടിയുള്ള വർണ്ണക്കൂടാരം പദ്ധതി, അതിൽ ഇനിഷ്യേറ്റീവ് എടുത്ത് ഒന്നും പ്രവർത്തിക്കുന്നില്ല വർണ്ണക്കൂടാരം. മറ്റൊന്ന്, കുട്ടികൾ പോകുന്നതിന് മുമ്പേ ഈ ടീച്ചർ വീട്ടിൽ പോകും.